നമസ്കാരം. കുറച്ച് നാളായി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട്, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഗുരുവായൂർ യാത്ര ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടൊരു മരമാണിത്. സാധാരണയായിട്ട് നമ്മൾ റോഡരിയിലേക്ക് കാണുന്നൊരു തണൽ മരം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പേര് ഇതുവരെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്തായാലും അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണിത്, ഒന്ന് കണ്ടോളൂ കേട്ടോ. നാട്ടുഭാഷയിൽ പഞ്ചാരമരം എന്ന് വിളിക്കുന്ന ജമൈക്കൻ ചെറിയാണിത്. ബേർഡ്സ് ചെറി എന്നും സ്ട്രോബെറി ചെറി എന്നും ഒക്കെ ഇതിന് വിളിപ്പേരുണ്ട്. ഇതിലുണ്ടാകുന്ന പഴത്തിന്റെ ഇമേജ് കാണിക്കാനേ തരുള്ളൂ കേട്ടോ. കാരണം ഇതിൽ പഴമൊന്നും ഉണ്ടാകുന്ന സമയമല്ല, ഒരു പൂവ് പോലും ഇല്ല. കണ്ടില്ലേ, അതിന്റെ പൂവ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു ചുവന്ന കളറിലുള്ള, ചുവപ്പല്ല, ഒരു എന്താ പറയുക, സ്ട്രോബെറിയുടെ കളർ ഉള്ളൊരു പഴം തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ബേർഡ്സ് ചെറി എന്ന് ഇതിന് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പക്ഷികൾക്ക് മാത്രമല്ല, നമുക്കാണെങ്കിലും കഴിക്കാനായിട്ട് നല്ല രുചിയുള്ളൊരു പഴം തന്നെയാണത്. നല്ല പഞ്ചസാര മധുരമാണ് അതിന്. അത് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഒരു മരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ ശാഖകളും ചെറിയ ശിഖരങ്ങളും എല്ലാം ശരിക്കും ഒരു കുട നിവർത്തിയതുപോലെ ഭൂമിക്ക് സമാന്തരമായിട്ടാണ് അത് വളരുന്നത്. ജന്മം കൊണ്ട് അമേരിക്കക്കാരനായ ഈ മരം ഏത് പ്രതികൂല കാലാവസ്ഥയിലും വളരാനുള്ള കഴിവുള്ള വൃക്ഷം തന്നെയാണ് കേട്ടോ. ഏതാണ്ട് 2 മുതൽ 3 മീറ്റർ വരെയൊക്കെ ശാഖകളില്ലാണ്ട് ഉയർന്നു പോയിട്ട് ഭൂമിക്ക് സമാന്തരമായിട്ട് ശാഖോപശാഖകളായിട്ട് വളരുന്ന ഒരു പ്രകൃതമാണ് ഇതിനുള്ളത്. നിങ്ങളുടെ അറിവിൽ ഇതിൻ്റെ ഈ എക്സ്പീരിയൻസിൽ ഈ മരത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്, അറിവ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യട്ടോ. വളരെ കുറച്ച് ദൈർഘ്യം മാത്രമുള്ള വീഡിയോ ആയിരുന്നത്. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.